ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനാവശ്യമായിട്ട് എടുത്തേക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങാപ്പാലിലേക്ക് ഫസ്റ്റ് നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ നല്ലവണ്ണം കുറേ നേരം അതായത് ആ തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരും വരെ ചെറിയ സിമ്മിലിട്ടാൽ മതി. തീ അധികം ഓവറായിട്ട് തീ വേണ്ട. അപ്പോൾ സിമ്മിലിട്ടിട്ട് നമ്മളത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ട് നല്ലോണം തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ട് നല്ലോണം കുറേ നേരം നിന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അത് അധികം ടൈമൊന്നും നമ്മൾ എടുക്കില്ല കേട്ടോ, ഈ തേങ്ങാപ്പാൽ തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് നേരത്തെ വറുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇവിടെ സാധാ നെയ്ക്കകത്ത് വറുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ സാധാ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടത് മാറ്റി വെക്കുക. അണ്ടിപ്പരിപ്പൊക്കെ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ. അധികം നേരം നമുക്കത് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ നമ്മൾ തിള വരുമ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് ശകലം ഉപ്പ് എന്നൊരു നമ്മുടെ പച്ചച്ചവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ തേങ്ങാപ്പാലിലേക്ക്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഏകദേശം തിളയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിള വന്ന് കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയൊരു കപ്പിനകത്തേക്ക്, അതായത് തലപ്പാലല്ല, നമ്മൾ ഈ പാൽ എടുത്തതിൻ്റെ ബാക്കി തേങ്ങാപ്പീലേക്ക് അതൊക്കെ ഇച്ചിരി വെള്ളം അടിച്ചിട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ എടുത്ത് വെക്കും ചെറിയ കപ്പിനകത്തേക്ക്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫ്ലവർ കലക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവറാണ്. അപ്പോൾ കോൺഫ്ലവർ ജസ്റ്റ് ഒരു 3 സ്പൂണാണ് ഞങ്ങൾ എടുത്തത്. അത് കപ്പിനകത്തേക്ക് നല്ലോണം ഒഴിച്ചിട്ട് അത് കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നല്ലോണം കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം കലക്കിയത് നല്ലോണം കട്ടയൊന്നും കെട്ടാതെ തന്നെ നല്ലോണം കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് ഒട്ടും കട്ട കിട്ടിയിട്ടില്ല. നല്ലോണം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കലക്കി കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ കോൺഫ്ലവർ ഇനി തിളച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് നമ്മൾ പയ്യെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഇളക്കണം. അപ്പോൾ നല്ലോണം ഇളക്കുന്നതിനനുസരിച്ച് സിമ്മിലിട്ട് നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് അത് കൊഴുത്ത് നമ്മൾ വെള്ളം പറ്റിയ പോലെ കൊഴുത്ത് കിട്ടും കേട്ടോ. അത് നല്ല കുറുകി കിട്ടും അത്. അപ്പോൾ അതുവരെ നമ്മളിതുപോലെ പയ്യെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മധുരമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് മധുരമൊക്കെ നമ്മുടെ അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതുപോലെ ഇത് കുറുക്കിയെടുക്കുക എന്നുള്ളതാട്ടോ മെയിൻ. നമ്മളിത് നല്ലോണം കുറുക്കിയെടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പാത്ത് നല്ലോണം വിട്ട് കിട്ടും പോലെ നല്ലോണം കുറുകി കിട്ടും. അപ്പോൾ അതുവരെ നമ്മളിതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ കുറുക്കി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ഇത് വെള്ളം പറ്റി നല്ല കുറച്ചും കൂടെ നല്ലോണം കുറുകി കിട്ടും. അത് നമ്മുടെ പാത്രത്തിനകത്ത് നമുക്കത് എന്താ പറയുക പറഞ്ഞ് കിട്ടും പോലെ നല്ലോണം കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ തിളയൊക്കെ വന്ന് അത്യാവശ്യം നല്ലോണം വെള്ളം പറ്റിയ പോലെ കുറുകി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇത്രയും പറ്റിയ പോലെ കുറച്ചും കൂടെ നല്ലോണം തന്നെ കുറുകണം കേട്ടോ. ഇത് കുറുകി നല്ലോണം വന്ന് കഴിയുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇതിനകത്തേക്ക് നട്ട്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. മുന്തിരി അണ്ടിപ്പരിപ്പ് മാത്രമല്ല, മുന്തിരി വേണമെന്നില്ല കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പും വേറെ നട്ട്സുകൾ ആഡ് ചെയ്താലും മതി കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നട്ട്സുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം കുറച്ച് നേരം കൂടെ വറ്റും വരെ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിനകത്ത് നിന്നൊക്കെ വിട്ട് കിട്ടുമ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ് കേട്ടോ. അധികം ഒന്നും ആഡ് ചെയ്തിട്ട് 2 തുള്ളിയോ 3 തുള്ളിയൊക്കെ വാനില എസൻസ് ജസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതുപോലെ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം കുറുകി ഏകദേശം നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാം, നമുക്ക് ഇളക്കുന്ന സമയത്ത് പാത്രത്തിനകത്ത് ഇത് വടിച്ചെടുക്കാൻ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് വെളിച്ചെണ്ണ തൂത്തൊരു സ്റ്റീൽ പ്ലേറ്റ് കേട്ടോ. അതായത് അതിനകത്തേക്ക് നമുക്കത് ഒഴിച്ച് വെക്കാം, അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്.
അതിന് മുകളിൽ കൂടെ നമുക്ക് നട്ട്സൊക്കെ തൂളിക്കോട്ടെ. ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നട്ട്സോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് തൂളി കൊടുക്കാം കേട്ടോ. ഞങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരി തന്നെയാണ് കേട്ടോ തൂളി കൊടുത്തിട്ടുണ്ടായത് അതിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് സംഭവം സെറ്റായിട്ട് നമ്മളത് കട്ട് ചെയ്ത് ഹൈദിനും അമ്മയും കൂടെയാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്താൽ നമ്മൾ ടേസ്റ്റ് ചെയ്തത് നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ പുഡിങ്ങൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അധികം ടൈമൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.